ഗുഡ് മോർണിംഗ്. നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ അവസാന ഭാഗത്തേക്ക് വരുവാണ്. ഇനി 1-2 വീഡിയോസ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ, കാരണം ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നിരിക്കുന്ന ഈ എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുവാണെങ്കിൽ ഈ ചാപ്റ്ററിൽ പിന്നെ നിങ്ങൾക്ക് കൂടുതലൊന്നും ആലോചിക്കേണ്ടതില്ല, എല്ലാ ഭാഗവും കവർ ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഈ തന്നിരിക്കുന്ന ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾ ഇപ്പം ഈ വീഡിയോ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നിങ്ങൾ തന്നെ ആൻസർ ചെയ്യും. അതിൻ്റെ ബാക്കി സൊല്യൂഷൻസ് നിങ്ങൾക്ക് കാണേണ്ട ആവശ്യമില്ല. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. A square pyramid is in the shape given below. Side of square pyramid is 10 centimeter. Equal sides of triangles are 13 centimeter. Find the slant height of square pyramid. Calculate surface area of square pyramid. ഇത്രയാണ് തന്നിരിക്കുന്നത്. ഫിഗറും തന്നിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ബേസ് തന്നിട്ടുണ്ട് 10 സെന്റിമീറ്ററിനും, പിന്നെ തന്നിരിക്കുന്നത് ട്രയാങ്കിളിന്റെ ഒരു സൈഡുമാണ് തന്നിരിക്കുന്നത്. ഇതെന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? എൽ ആണോ എച്ച് ആണോ? നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ എഴുതാം. തന്നിട്ടുണ്ട് ബേസ് എ, അത് എ ആണല്ലോ. എ ഇസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ. ഈ തന്നിരിക്കുന്നത് എന്താണ്? ട്രയാങ്കിളിന്റെ എന്താണ് തന്നിരിക്കുന്നത്? ലാറ്ററൽ എഡ്ജ്. സ്ലാന്റ് ഹൈറ്റ് അല്ല, ലാറ്ററൽ എഡ്ജ് ആണ്. അതിന്റെ ലെറ്റർ എന്നാണ്? ഈ 13 സെന്റിമീറ്റർ. പിന്നെ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നാണ്? സ്ലാന്റ് ഹൈറ്റ്. സ്ലാന്റ് ഹൈറ്റിന്റെ ലെറ്റർ എന്നായിരുന്നു? എൽ. ഫോർമുല നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ. എൽ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇ സ്ക്വയർഡ് മൈനസ് എ ബൈ 2 ദ ഹോൾ സ്ക്വയർ. ഒന്നേ നിങ്ങൾ ഫോർമുല വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം എന്ന് പറയുമ്പോൾ നോക്കിയേ, നമ്മൾ ആ ട്രയാങ്കിൾ എടുത്തു അല്ലേ? ഈ കാണുന്നതാണ് നമ്മുടെ സ്ലാന്റ് ഹൈറ്റ്. പെർപെൻഡിക്കുലർ വരച്ചു, 90 ഡിഗ്രിയാണ്. അപ്പൊ ഈ ട്രയാങ്കിൾ വരുമ്പം ഇവിടെ 30, ഇത് മൊത്തം 10 ആയിട്ട് പകുതിയല്ലേ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വരും 5 വരും. അന്നേരം നമ്മൾ ഈ ഇത് കണ്ടുപിടിക്കാൻ ഈ സൈഡ് എല്ല് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 13 സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയറിൽ നിന്ന് ബി സ്ക്വയർ കുറയ്ക്കും. ഒന്നേ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നേരിട്ട് ഫോർമുലാസ് പഠിച്ചു വെച്ചാൽ മതി. സിമ്പിൾ അല്ലേ ഫോർമുല? എൽ ഈസ് ഈക്വൽ ടു ഇ സ്ക്വയർ മൈനസ് എ ബൈ 2 ദ ഹോൾ സ്ക്വയർ. വാല്യൂസ് കൊടുക്കാം. ഇ എത്രയാണ്? 13 സ്ക്വയർ മൈനസ് എ 10 by 2 the whole square is equal to root of 13 square. 10 by 2 എത്രയാണ്? 5. 5 സ്ക്വയർ is equal to 13 സ്ക്വയർ 169. 5 25 രണ്ടുകൂടെ മൈനസ് ചെയ്യുമ്പോൾ 144. റൂട്ട് ഓഫ് 144 is equal to 12 സെന്റിമീറ്റർ. ഇത് പിന്നെ ഞാൻ ചെയ്യത്തില്ല, കാരണം നിങ്ങൾക്ക് റൂട്ട് കണ്ടുപിടിക്കാൻ അറിയാം. അഥവാ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ പോയി റൂട്ട് കണ്ടുപിടിക്കുന്ന വീഡിയോ ഉണ്ട്, അത് കണ്ടാൽ മതി. പെട്ടെന്ന് തന്നെ നിങ്ങൾ പഠിക്കും. 12 സെന്റിമീറ്റർ കിട്ടി കേട്ടോ, 2 മാർക്ക് കിട്ടി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ സർഫസ് ഏരിയ ഓഫ് സ്ക്വയർ പിരമിഡ്. എന്താ ഫോർമുല? എന്താ പറ? എ സ്ക്വയർഡ് പ്ലസ് സർഫസ് ഏരിയ ഇസ് ഈക്വൽ ടു എ സ്ക്വയർഡ് പ്ലസ് 2al. എല്ലാ വാല്യൂസും ഉണ്ട്, അങ്ങ് കൊടുത്താൽ മതി. എ എത്രയാണ്? 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ 10 ഇൻറ്റു എൽ. ഇപ്പം നിങ്ങൾക്ക് കിട്ടി 12. 20 സ്ക്വയർ 100 പ്ലസ് എന്ന് വെച്ചാൽ 24 240 അല്ലേ? എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 340 സെന്റിമീറ്റർ. ഏരിയ ആണ്ട് യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ. യൂണിറ്റ് ഒക്കെ ഇടുമ്പം കറക്റ്റായിട്ട് ഇടണം. വോളിയം ആണെങ്കിൽ ക്യൂബ് ഇടുക, സ്ക്വയർ ആണെങ്കിൽ ഏരിയ ആണെങ്കിൽ സ്ക്വയർ ഇടുക. സിമ്പിളായിട്ടുള്ള 4 മാർക്കിൻ്റെ കംപ്ലീറ്റ് നിങ്ങൾക്ക് 4 മാർക്ക് സ്കോർ ചെയ്യാവുന്നത് ചെയ്യുക. ഓക്കെ, താങ്ക് യു.